അങ്ങനെ നമ്മുടെ SSLC റിസൾട്ടിൻ്റെ ഡേറ്റ് ഇതേ ഫൈനലി പബ്ലിഷ് ആയിട്ടുണ്ട്. മെയ് 15-നാണ് നമ്മുടെ SSLC കുട്ടികളുടെ റിസൾട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ മക്കളെ, ഈ മെയ് 15-ന് നമ്മുടെ റിസൾട്ട് വന്ന് അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടാകും. അപ്പം മുന്നേ നമ്മളൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ അക്ഷയ സെൻറ്റർ ത്രൂ ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ സംവരണമുള്ള കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ കമ്മ്യൂണിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ OBC നോൺ ക്രീമി ലെയറിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലൂടെയൊക്കെ അഡ്മിഷനൊക്കെ കിട്ടുന്ന ആൾക്കാരാണ്, അങ്ങനത്തെ റിസർവേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതത് അക്ഷയ സെൻറ്ററിൽ, നിങ്ങളുടെ അടുത്തുള്ള വീട്ടിനടുത്തുള്ള അക്ഷയ സെൻറ്റേഴ്സിലൊക്കെ പോയിട്ട് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്യുക. ആ ഒരു ടൈം ഡിലേ കാരണം നമ്മൾ ആ ഒരു സമയത്ത് അനാവശ്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ നേരത്തെ കൂട്ടി ശ്രദ്ധിച്ച് വെക്കുക. കാരണം ഇപ്പം നമുക്ക് എന്താണ്, ഇപ്പം നമ്മൾ വലിയ തിരക്കിലും കാര്യങ്ങളൊന്നുമല്ല, പ്രത്യേകിച്ച് അക്ഷയ സെൻറ്റേഴ്സിലും തിരക്കുകളൊക്കെ കുറവായിരിക്കും. പക്ഷേ ഈ റിസൾട്ടൊക്കെ വന്ന് നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറൊക്കെ നടക്കുന്ന സമയമാകുമ്പോഴേക്കും അവിടെയും തിരക്കാകും. പിന്നെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനും അതിനൊക്കെ ഡിലേ വരും. അപ്പോൾ അതിനൊന്നും വരുത്തണ്ട, ഇപ്പം തന്നെ ആ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താക്കി പെർഫെക്റ്റ് ആക്കി തന്നെ വെക്കുക. അതേപോലെ തന്നെ +1 അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ എക്സാം വിന്നറിൻ്റെ +1 ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ടാകും. അപ്പോൾ ഇപ്പോൾ തന്നെ ആ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ +1 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുണ്ടാവുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ഓണാക്കി വെക്കാം. അപ്പം റിസൾട്ടിനെ കുറിച്ച് അതിൻ്റെ മക്കൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട. നമ്മൾ ചെയ്യാനുള്ളത് അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികളെ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അപ്പോൾ അനാവശ്യ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എൻ്റെ മക്കൾ റിലാക്സ് ചെയ്യുക. ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.